السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا مولانا محمد خاتم الأنبياء ومعلم البشرية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കന്മാരെ, മഹൽ വ്യക്തിത്വങ്ങളെ, പണ്ഡിത ശ്രേഷ്ഠരെ, സദസ്സിലെ സഹൃദയരായ സഹോദരന്മാർ, ഇവിടെ നാട്ടിക മുസമൗലവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചൊക്കെ വളരെ വിസ്തരിച്ച് പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു ശീർഷകമുണ്ട്. അത് വിമർശനത്തിന്റെ നാട്ടിക മോഡൽ എന്നാണ്. വിമർശനത്തിന്റെ നാട്ടിക മോഡൽ എന്നൊരു ശീർഷകമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എനിക്ക് തോന്നുന്നത്, ഈ മൂസാ മൗലവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്ക് ആയിരുന്നു ഹിക്മത്ത്. ഉമർ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു പത്രം നടത്തിയിരുന്നു, അതിന് അദ്ദേഹം പേരിട്ടത് ഹിക്മത്ത്. അദ്ദേഹം നമ്മുടെ ചമ്മാണിയൊട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കി, അതിന് പേരിട്ടത് ഹിക്മത്തിന്റെ ബഹുവചനമായ ദാറുൽ ഹിക്കം എന്ന പേര്. അപ്പോൾ ഈ ഹിക്മത്ത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഹിക്മത്ത്. അതാണ് ഇവിടെ സലാം ഫൈസി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ. വല്ലാത്തൊരു ഹിക്മത്തല്ലേ. ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് ആ പാർട്ടി പിരിച്ചുവിടാന്ന് പറഞ്ഞാല്, അപ്പൊ അതൊരു വല്ലാത്ത ഹിക്മത്തല്ലേ. അപ്പൊ അതുപോലെ അദ്ദേഹത്തിന്റെ വിമർശനമല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിമർശനം എന്ന് അല്ല പറയണത്, അദ്ദേഹം വിമർശിക്കാറില്ല. വിമർശനത്തിന് മറുപടി പറയണം. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളല്ല, വിമർശനത്തിന് മറുപടി പറയണം. ആ മറുപടിയിൽ അദ്ദേഹത്തിന്റെ ഹിക്മത്ത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ സന്ദർഭങ്ങളിലും ഓരോ രീതിയിലാണ്. അതാണല്ലോ പോളിസി ഹിക്മത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഓരോ സന്ദർഭത്തിൽ അവിടത്തേക്ക് അനുയോജ്യമായ രീതിയിൽ ഇടപെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഹിക്മത്ത്. ഏത് കാര്യമാണെങ്കിലും ആ കാര്യത്തോട് ഇടപെടാൻ. അത് ചിലപ്പോൾ ഫതഹാക്കേണ്ടി വരും, ചിലപ്പോൾ ലൊമ്മാക്കേണ്ടി വരും, ചിലപ്പോൾ കിസ്റാക്കേണ്ടി വരും, ചിലപ്പോൾ സുക്കൂനാക്കേണ്ടി വരും. ഫതഹാക്കാരനെ പറഞ്ഞ് ജയിച്ചടക്കേണ്ടി വരും, ചിലപ്പോൾ കിസ്റാക്കാരനെ പറഞ്ഞ് തകർക്കേണ്ടി വരും, ചിലപ്പോൾ ലൊമ്മാക്കാരനെ കൂട്ടിപ്പിടിക്കേണ്ടി വരും, ചിലപ്പോ സുക്കൂനാക്കാരനെ ചിലപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നാല് പോളിസിയാണ്, 4 നിലപാടുകളാണ്. ഈ 4 അതാതിന്റെ സന്ദർഭങ്ങളിൽ ചെയ്യലാണ് ഹിക്മത്ത്. അതാണ് പോളിസി. ഫതഹാക്കണ്ടോടത്ത് കിസ്റാക്കിയേ പറ്റൂല, കിസ്റാക്കണ്ടോടത്ത് ലൊമ്മാക്കിയേ പറ്റൂല, ഇങ്ങനെ പറ്റും. ഓരോന്നിനും അതാതിന്റെ സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ അതനുസരിച്ച് ചെയ്യുക എന്നതാണ്. അത് മൂസാ മൗലവിയുടെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വളരെ കൂടുതൽ കാലം അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അടുത്ത് ബന്ധപ്പെടുന്നത്. ഞങ്ങൾ വളരെ കാലമായിട്ട് അരീക്കോടും മറ്റൊക്കെ പോകുന്നത് അദ്ദേഹത്തിന് കൂടുതൽ. അപ്പോൾ 1-2 വർഷത്തെ അടുപ്പമേ കൂടുതലുള്ളൂ എനിക്കുണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ കേട്ട പ്രസംഗങ്ങളും അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെതായി വായിക്കാൻ സാധിച്ചിട്ടുള്ള എഴുത്തുകളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ വിമർശനം പറഞ്ഞില്ല, വിമർശനമല്ല, അദ്ദേഹത്തിന്റെ വിമർശനത്തിന് മറുപടിയല്ല. അദ്ദേഹം അത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകൾ ആരും വിമർശിക്കലില്ല, വിമർശനത്തിന് മറുപടി അറിയുള്ളൂ. കാരണം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകൾക്ക് ആരും വിമർശിക്കേണ്ട ആവശ്യം വരില്ല. നേരത്തെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ നിലപാട് കൊടുണ്ട്, ആ നിലപാടിനെ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാം. അതിലാദ്യം പോയിട്ട് വിമർശിക്കുന്ന രീതി ഉണ്ടാവില്ല. കൂടെ നാട്ടിക മുസ്ലിം സ്വീകരിക്കുന്ന തന്നെ ആരും വിമർശിക്കേണ്ടി വരില്ല, വിമർശനത്തിന് മറുപടി പറയേണ്ടി വെച്ചു. അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ വിമർശനത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ശൈലി, അദ്ദേഹം സ്വീകരിക്കുന്ന രീതി, അത് വളരെ വ്യത്യസ്തമാണ്. ബാക്കിയുള്ളവർക്ക് പലർക്കും ചിലപ്പോൾ അങ്ങനെ സാധിച്ചില്ല എന്ന് വരാം. വളരെ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഒരു വിമർശനം വന്നാൽ ആ വിമർശനത്തെ അതിന്റെ അംശങ്ങളെല്ലാം അദ്ദേഹം എടുത്തു പറയാം, അതിന്റെ സാകല്യമാണ് അതെടുത്തു പറയാൻ. ഇപ്പോ ഒരു കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹത്തെ ഓരോന്നും പറഞ്ഞതിന്റെ അംശങ്ങൾ എടുത്തു പറയില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് മറുപടി അറിയാണെങ്കിൽ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിന്റെ ഓരോ വിശ്വാസങ്ങൾ ഓരോന്നും ഇങ്ങനെ വേറെ എടുത്ത് പറയില്ല. അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി വേണ്ട,
അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അപ്രസക്തമാണ്, അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായ സമീപനമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ അദ്ദേഹം എടുക്കുക. ഏത് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. ഇപ്പോ പിന്നെ ഖാദിയാനികളെ സംബന്ധിച്ച് ഖാദിയാനികൾ വലിയൊരു ശല്യമായിരുന്ന സമയത്ത് അദ്ദേഹം ഖാദിയാനികൾക്കെതിരെ പ്രസംഗിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് ഖാദിയാനികൾക്ക് ഒരു 10-14 ആയത്തോടാണ്. പിന്നെ പരിശുദ്ധ ഖുർആനിൽ ഒരു 14 ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനിയും പ്രവാചകന്മാർ വരാൻ സാധ്യതയുണ്ട് എന്ന് സമർത്ഥിക്കാൻ അവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു 14 ആയത്തുകളുണ്ട്. ഞാൻ അന്തമാന്തീക്കിലുള്ള സമയത്ത് ഈ 14 ആയത്ത് ഒരു ഖാദിയാനിയുടെ നേതാവ് ഓതി. അപ്പോ ഞാനവിടെ ഇങ്ങനെ ചെന്ന സമയത്ത് അവിടുന്ന് ഖാദിയാനികളുടെ വലിയ ശല്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു ഖാദിയാനികളുടെ ഒരു മൗലവി പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അപ്പോ അയാൾ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ അത് വന്നപ്പോ ഇങ്ങനെ അതിന് പ്രസംഗിച്ചാൽ മറുപടി അറിയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു. അവസാനം നമ്മളെയൊക്കെ കണ്ടപ്പോ അവിടുത്തെ വേറെ ചങ്ങായി വന്നിട്ട് താഹിർ എന്ന് പറഞ്ഞ ആൾ വന്നുകൊണ്ട് പിന്നെ എന്നോട് സംസാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്തിനാണെന്ന്. അപ്പൊ ഞാൻ അജ്ഞത നടിച്ചു. അയാളുടെ സംസാരത്തിന് മുഴുവൻ ഞാൻ അയാൾ ചോദിച്ചതിനൊക്കെ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഉത്തരം പറഞ്ഞു. അവസാനം പിന്നെ പ്രസംഗം വെക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം ഒരിക്കൽ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അന്തമാനിലെ വിംബർലിഗഞ്ച് എന്നുള്ള സ്ഥലത്ത് നിന്ന് പോർട്ട് ബ്ലെയർക്ക് പോവാണ്. അപ്പൊ ഞാൻ ബോട്ടിലുണ്ട്, അയാളും ബോട്ടിൽ വന്ന്. അപ്പൊ അയാളിന്റെ അടുത്ത് വന്നാണ് തലേ ദിവസം ചോദിച്ച അതേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ആളുടെ ഇടയിലല്ലേ എനിക്ക് മറുപടി പറയാൻ കമ്പിച്ചല്ലോ. അപ്പൊ ഞാൻ മറുപടി പറയാൻ തുടങ്ങി. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിന്നെ പ്രവാചകൻ വരൂല എന്നതിന് ഖുർആനിലെ വല്ല ആയത്തുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകന്മാർ വരുമോ വരില്ല എന്ന് ചിന്തിക്കാൻ എന്റെ അവസരം ഉണ്ടായിരുന്നു. അപ്പൊ മിർസനെ പറ്റി പറയാതെ വലിയ അവസരം ഉണ്ടായില്ല. അപ്പൊ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഖുർആനിലല്ലേ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞപ്പോ നേരെ എത്രയൊന്നും മുസാഹിബ് നോക്കി അറിയില്ല, വാച്ചില നോക്കേണ്ടത്. അങ്ങനെ ഖുർആനിൽ നോക്കേണ്ടാത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ സംസാരിച്ച് അവസാനം അവരുടെ ഒരു വലിയ നേതാവിനെ എന്നോട് വർത്താനം പറയാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ അയാള് ഈ പിന്നെ 14 ആയത്തുകൾ ഓതി. 14 ആയത്ത് ഓതിയപ്പോൾ ഞാൻ ആ 14 ആയത്തിന്റെയും പൊള്ളത്തരം ഞാൻ അങ്ങനെ തെളിയിച്ചു. അപ്പൊ അയാൾ അവസാനം ഞാൻ കിനാവ് കൊണ്ടിരിക്കുന്നു. പിന്നെ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു, മൂസാ നബി ഉണ്ടായിരുന്നു, ഈസാ നബി ഉണ്ടായിരുന്നു, എല്ലാ നബിമാരും ഉണ്ടായിരുന്നു. അപ്പോ കൂട്ടത്തിൽ ഞങ്ങളെ ഹസരത്ത് മസീഹ് മൗഊദുണ്ട്. അങ്ങനെ മുഹമ്മദ് നബി എന്നോട് പറഞ്ഞേ ഇത് മൂസാ നബിയാണ്, ഇത് ഈസാ നബിയാണ്, ഇത് മറ്റേ നബിയാണ്, ഇദ്ദേഹം എനിക്ക് ശേഷം വരാനുള്ള ഹസരത്ത് മസീഹ് മൗഊദാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കിനാവുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. മുഹമ്മദ് നബി ഉണ്ടായിരുന്നു, മൂസാ നബി ഉണ്ടായിരുന്നു, ഈസാ നബി ഉണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞ മസീഹ് മൗഊദും ഉണ്ടായിരുന്നു. ആ മുഹമ്മദ് നബി എന്നോട് പറഞ്ഞത് മൂസാ നബി, ഈസാ നബി, മറ്റേ നബി, ഇവ എനിക്ക് ശേഷം പാറ്റ നുണയും പറഞ്ഞ് വരാനുള്ള കള്ളനാണെന്ന് എന്നോടും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനെന്താ കാട്ടെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പിന്നെ ചൂടായി. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് പിന്നെ ഇങ്ങനെ ഒരു 10-14 ആയത്ത് ഓതാണ്ട് ഖാദിയാനികൾക്ക്. ഈ ആയത്തൊക്കെ ഓതിയിരുന്ന ഈ മൂസ മൗലവി അന്നിലക്ക് അതിന് മറുപടി പറയല്ലേ ചെയ്യാം. മൂസ മൗലവി ചെയ്യാന്ന് വെച്ചാല് ആ ആയത്തൊക്കെ അവിടെ ഒരു വാത്തിക്കട്ടെ, നമ്മൾ ഈ ആയത്തൊക്കെ ഓതണമെങ്കിൽ പിന്നെയാണല്ലോ നമ്മളിപ്പോ സംസാരിക്കണത് എന്താ വെച്ചാല് മീർസ പ്രവാചകനാണെന്നുള്ളതല്ലേ. അപ്പൊ മീർസ അതിന് യോഗ്യനാണോ എന്നുള്ളത്. അപ്പൊ മീർസ ഗുലാമിന്റെ അയോഗ്യത അത് വളരെ വിശദമായിട്ട് ആണ് സംസാരിക്കുക. അല്ലാതെ ഒരു ഓതിന 14 ആയത്തിന് മറുപടി അതൊന്നും ആൾക്കാർക്ക് തിരിയില്ല. പിന്നെ അതായത്ത് അതിന്റെ നെഹ്വ് സർഫ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് തിരിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള രീതി സ്വീകരിക്കുക. അദ്ദേഹം സ്വീകരിക്കുക എന്താ വെച്ചാൽ മീർസ ഗുലാമിന്റെ ചരിത്രം പറയും, അദ്ദേഹം ബ്രിട്ടീഷുകാർ തമ്മിലുള്ള ബന്ധം പറയും, അങ്ങനെ അദ്ദേഹം എത്രത്തോളം ബ്രിട്ടീഷുകാർക്ക് വിധേയനായിരുന്നു എന്നുള്ള കാര്യം പറയും. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇനി ആയത്തൊന്നും ഓതേണ്ട ആവശ്യമില്ല. കാരണം അയാളുടെ അയോഗ്യത മനസ്സിലായ പിന്നെ ആയത്തോതുന്നത് അയാള് മഹാകള്ളനാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ തന്നെ ഗ്രന്ഥങ്ങളിൽ ഈസാ നബി കള്ളൂടിയനാറുണ്ട് അദ്ദേഹം. यूरोप में शराब इतना नुकसान पहुंचाया है, उसका सबब यह है कि मसीह शराब किया करते थे. ഈസാ നബി കള്ളൂടി ചെയ്യുന്നു, അതുകൊണ്ടാണ് യൂറോപ്പിൽ കള്ളൂടി ഇത്ര മാത്രം വ്യാപകമായത്. മിർസാ ഗുലാം അദ്ദേഹത്തിന്റെ ദുർറസമി എന്നുള്ള അദ്ദേഹത്തിന്റെ കിഷ്തി നൂഹ് എന്നുള്ള പേരിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പാടുന്ന നേരത്തെ പിന്നെ ആയത്തോളം നിൽക്കണം, ഇയാളെ നബിയാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂസ സ്വീകരിക്കണ ഒരു പോളിസി എന്താ വെച്ചാൽ ഖാദിയാനികൾക്ക് മറുപടി അറിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ
ഒരു പറയണം നുള്ളു നിർമ്പ് ന്യായങ്ങളൊന്നും അദ്ദേഹം പറയില്ല. മീർസാ ഗുലാമിനെ അടിസ്ഥാനപരമായി അയോഗ്യനാക്കിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. അതേപോലെ ഏത് വിഷയം സമർത്ഥിക്കുകയാണെങ്കിലും ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് തെറ്റ്, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റിന്റെ ഉദാഹരണം ജമാഅത്തെ ഇസ്ലാമിക്കാരെ നേരത്തിലുണ്ട്. അബുലാലിന്റെ പുസ്തകത്തിലോ കാണാൻ സാധിക്കും. അപ്പൊ മൂസാ നബി ഇതിന് മറുപടിയാണ് ചെന്നാൽ മൂപ്പര് പറയേണ്ടത് വെച്ചാൽ ആ തെറ്റിനെ പറ്റിയൊന്നും പറയല്ലേ ചെയ്യാം. അടിസ്ഥാനപരമായി നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണ്, അള്ളാഹിന്റെ റസൂൽ തെറ്റ് ചെയ്തിരിക്കണു എന്ന കാര്യം, അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് തെറ്റ് പറ്റിയിരിക്കണു എന്ന് ആലോചിക്കണം, മനസ്സിനെ പറ്റി നിങ്ങളും ചിന്തിച്ചു നോക്കാണെന്ന് പറയും. അപ്പൊ അടിസ്ഥാനപരമായി റസൂലുള്ളാഹിന്റെ തെറ്റെണ്ണ് എണ്ണാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയുടെ മനസ്സിനെ പറ്റി ചിന്തിച്ചു നോക്കി നിങ്ങൾ. പിന്നെ വാക്കുകളതിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിമർശനത്തിലുള്ള മറുപടി എന്ന് പറഞ്ഞാല് വളരെ അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയാണ് അദ്ദേഹം വിമർശനത്തിന് മറുപടി പറയുമ്പോൾ സ്വീകരിക്കാറുള്ളത്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വളരെ അടിസ്ഥാനപരം. ഇപ്പോ നേരാറ്റൂരിൽ സംഭവം ഉണ്ടായി. ഇവിടെ നേരാറ്റൂർക്കാർ പലരുണ്ട്, അവർക്ക് അറിയാം. ഒരിക്കലും അവിടെ പിന്നെ ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അയാളെ മറവ് ചെയ്യാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ അവസാനം ബൂക്കറാജി എന്റെ ജ്യേഷ്ഠന് ഒരാള് അയാളുടെ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കൊണ്ട് അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തോളിന്ന് നമുക്ക് സ്ഥലമില്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുള്ളിന്ന്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എതിർ പാർട്ടിയിൽപ്പെട്ട കൂട്ടക്കാര് അത് ഉപയോഗപ്പെടുത്തിയാണ്ട് ആ ഹരിജൻ വിഭാഗങ്ങളെയൊക്കെ സംഘടിപ്പിക്കാം എന്നുള്ള മോഹത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചുടലയാക്കണം. ഇവിടെ പിന്നെ ഹരിജനങ്ങളെ മറവ് ചെയ്യണം, ചുടലയാണ്, അത് വിട്ടുകിട്ടണം എന്ന് പറഞ്ഞാണ്ട് ഇവരൊക്കെ പാടെ കൂടിയിട്ട് അയാൾ ഒരു ഉപകാരം ചെയ്തതാണ്. എവിടെയും കുഴിച്ചിടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നാണ് ഇവിടെ കുഴിച്ചിട്ടോളെന്ന് പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ പേരിൽ ആ സ്ഥലം ചുടലേറ്റ് വിട്ടുകിട്ടണം, അത് അവരെ ശ്മശാനായിട്ട് വിട്ടുകിട്ടണം എന്ന് പറഞ്ഞാണ് കുറെ ഹരിജൻസിനെ കൂടിയിട്ട് ജാഥ നടത്തി. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അവസാനം സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ആള് വന്ന് നോക്കാനൊക്കെ പിന്നെ പരിപാടിക്കും. അപ്പൊ മൂസാ നബി നന്നായിട്ട് ഈ ബറിയൽ ആൻഡ് ബേണിംഗ് ആക്ട് പഠിച്ചു. ഈ മറവ് ചെയ്യണെ പറ്റി ശ്മശാനത്തെ സംബന്ധിച്ചുള്ള നിയമമുണ്ടല്ലോ, ബറിയൽ ആൻഡ് ബേണിംഗ് ആക്ട് വളരെ നന്നായി പഠിച്ചിട്ട് മൂപ്പര് എന്നിട്ട് പ്രസംഗിച്ചു. പിന്നെ ഇപ്പൊ എന്തായി പിന്നെ ആ ഹരിജൻ ആ ചങ്ങായിനെ അവിടെ കുഴിച്ചിട്ടുടന്ന് ഇനി മാന്തണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ബറിയൽ ആൻഡ് ബേണിംഗ് ആക്ട് അനുസരിച്ച് 14 അടി വിട്ടായിരിക്കണം വെള്ളം ഒഴുകണത്. ഇത് 12 അടി വിട്ടാണുള്ളത്. അപ്പൊ 12 അടി വിട്ടാണ് വെള്ളം ഒഴുകണമെന്നുള്ളതുകൊണ്ട് ഇനി സുപ്രീം കോടതിയിൽ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി ആള് വന്നിട്ടുണ്ടെങ്കിൽ ആ കുഴിച്ചിട്ട മൃതദേഹം മാന്തിയിട്ട് വേറെ എവിടെയും കൊണ്ടുപോയിട്ട് കുഴിച്ചിടണ്ടേ. ഈ ജാതി ദ്രോഹം ചെയ്യണത് ഹരിജനങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ നിങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നമാകെ പറഞ്ഞു. അതോടുകൂടി അപ്പൊ അടിസ്ഥാനപരമായി ഇങ്ങനത്തെ ഏത് വിഷയമാണെങ്കിലും ശരി വളരെ അടിസ്ഥാനപരമായിട്ടാണ് മൂപ്പര് കൈകാര്യം ചെയ്യുക. വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടുള്ള ചില വാചകങ്ങൾ കൊണ്ട് വലിയ ആശയങ്ങളാണ് തള്ളിടും. ഒരു ഗൾഫിന് മുമ്പര് പിന്നെ പോയ സമയത്ത് അവിടുത്തെ കുറച്ച് ആൾക്കാർ ചോദിച്ചു, അല്ല നമ്മൾ ഈ മുജാഹിദീങ്ങളെ ക്ലാസ് കേൾക്കാൻ വേണ്ടി സുന്നികൾ പോകും, അവിടെ പോയാണ്ട് ഓരോ ക്ലാസ് കേട്ടാലും സുന്നികളാകല, അത് സുന്നികളൊക്കെ മുജാഹിദാകല, മുജാഹിദീങ്ങൾ ആരും നമ്മളെ പരിപാടി കേൾക്കാൻ വരൂല, ഇനി വന്നാൽ വരട്ടെ സുന്നി ആവൂല. എന്താ അപ്പൊ അതിങ്ങനെ? നമ്മളാൾക്കാർ മുജാഹിദീങ്ങളൊക്കെ ക്ലാസ് കേൾക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഓരത് കേട്ട് മുജാഹിദാവും. ഓരോ നമ്മളെ ക്ലാസ് കേൾക്കാൻ വരൂല, നീ കേട്ടാൽ തന്നെ ഒരു ആവൂല. എന്താ ഇപ്പൊ എന്ന് ചോദിച്ചു. അപ്പൊ മുസ്ലിം പറഞ്ഞു, അതിന് രോഗേ പകരുള്ളൂ, ആരോഗ്യം പകരൂല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണമാണ്. എത്ര ആലോചിക്കാനുണ്ട് അതിൽ? ഒരുപാട് ആലോചിക്കാനല്ലേ. അതേപോലെ വളരെ ആലോചനയ്ക്ക് വക നൽകുന്ന തരത്തിലുള്ള വളരെ ചെറിയ വാക്കുകളാണ് മൂപ്പര് പറയാം. ആ വാക്കിൽ തന്നെ ഒരുപാട് ആശയങ്ങളെ നമുക്ക് ചിന്തിക്കാൻ വകയുണ്ടാവും. ഇങ്ങനത്തെ ഇപ്പോ പിന്നെ ഇവിടെ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് പിന്നെ ഒരാളുടെ, ഞാൻ ആളെ പേരൊന്നും പറയില്ല, ഒരാളുടെ കോലം കത്തിച്ചു കുറച്ച് ആൾക്കാർ ഓടിക്ക്. അപ്പൊ കോലം കത്തിച്ചോട്ട് മൂപ്പര് ചെല്ലുകയാണ്. ചെന്നപ്പോ മൂപ്പരോട് വന്ന് ചോദിച്ചു, അല്ല പിന്നെ ഈ ആളെ കോലം കത്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ആളെ കോലം കത്തിക്കാൻ പാടില്ല. എന്തേ? അല്ല, ആളെ കോലം കത്തിക്കാൻ പാടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞു. ഒരിക്കലും പാടില്ല, ആളെ കോലം കത്തിക്കാൻ പാടില്ല. ഞാനെങ്കിലും ആരുടെങ്കിലും കോലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കത്തിച്ചു കളയണം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കാണുന്ന ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പിന്നെ വിമർശനത്തിനുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നത് എന്റെ നാട്ടിലെ, ഞാൻ അന്ന് അരീക്കോട, ഞാനിന്ന് പിന്നെ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയൊക്കെ സർക്കിളിൽ നിന്ന് ഇങ്ങനെ കുറച്ചെണ്ണം പോയിക്കാണ്ട് പിന്നെ അവിടെ അരീക്കോട് ഒരു ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്നുള്ള സ്ഥാപനത്തിലുള്ളത്. അപ്പൊ അങ്ങനെ നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ
നാട്ടില് പിന്നെ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരു വലിയ പരിപാടി വെച്ചു. ആ പരിപാടിയിൽ ഒരു വലിയ വലിയ മൗലവിമാരൊക്കെ വന്നിട്ട് പ്രസംഗിച്ചു. അപ്പോൾ ഒരു ദിവസം മൗലവി എന്നാണ് പ്രസംഗിച്ചത്. മൂസോലിയുടെ പിറ്റേന്ന് തന്നെ അതിന് മറുപടിയാണ്. പിന്നെ വേറൊരു മൗലവിനെ കൊണ്ടുവന്നു. അങ്ങനെ അവസാനം എല്ലാ മൂന്നാല് മൗലവിമാരൊക്കെ പാടെ കൊണ്ടുവന്നു. ഓരോ കൂട്ടത്തിലെ ഏറ്റവും വലിയ മൗലവിമാർ അവരൊക്കെ പാടെ കൊണ്ടുവന്നാണ് അവിടെ പ്രസംഗിച്ചു. മൂസോലിന്റെ ശേഷം പിന്നെ അതിനും മറുപടിയാണ്. അപ്പോ മുജാഹിദീങ്ങള് ജമാഅത്ത് ഇസ്ലാമിക്ക് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞിട്ട് ഊപ്പിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേറൊരു മുജാഹിദ് പണ്ഡിതനെ കൊണ്ടുവന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരെ പ്രസംഗിപ്പിച്ചു. ഇതൊക്കെ ഇതിന് അപ്പൊ മൂസോലി പിറ്റേ ദിവസം 4 മണിക്കൂർ നിന്നിട്ട് മറുപടി പറഞ്ഞത് ഞാൻ കേട്ടു. അതാണ് ആദ്യമായിട്ട് മൂസോലിന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടില്ല. അപ്പൊ ആ പ്രസംഗം വളരെ നന്നായിട്ട് ഞാൻ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ ആളായിട്ട് ഇങ്ങനെ അതിന് ഒന്നും കൂടി മുന്നോട്ട് പോയിട്ട് പിന്നെ അരീക്കോട് ഇസ്ലാമിക് ഫൗണ്ടേഷനിലൊക്കെ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ ഒരു ഇറാനിയൻ ലിറ്ററേച്ചറൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോ അവിടെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേട്ടപ്പോ വളരെ കാര്യമായിട്ട് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ മുഴുവനായിട്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇളകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ചിന്തിക്കാനും വക നൽകേണ്ടായി. അങ്ങനെ നമ്മളെ മനസ്സിൽ ശരിക്കും ആഴത്തിൽ വേരൂന്നുന്ന ആഴത്തിൽ പതിയുന്ന തരത്തിലുള്ള പിന്നെ പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം വിമർശനത്തിന് മറുപടി അറിയുമ്പോൾ ഇപ്പൊ സാധാരണ എല്ലാവരും കുറെ കിതാബൊക്കെ കൊണ്ടുപോയി മറ്റുള്ളവരുടെ ഉദ്ധരണിയൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ച് അതുപോലെ പിന്നെ ഈ LCD ഒക്കെ വെച്ച് ഇങ്ങനത്തെ രീതിയിലൊക്കെയാണല്ലോ മറുപടി പറയല്. പക്ഷെ മൂസ മൗലവി അങ്ങനത്തെ ഒരു സാധനം കയ്യിലുണ്ടാവില്ല. മൂപ്പർക്ക് അങ്ങനെയൊന്നും വെക്കൂല. മൂപ്പര് വളരെ ഈസി ആയിട്ട് പോയിങ്ങാണ്ട് ഇനി വലിയ അത്യാവശ്യമാണ്. എനിക്ക് ഓർമ്മ ഉണ്ടിരിക്കെ ഇവിടുന്ന് പിന്നെ ഈ പുന്നക്കാട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് നിശ്ചയം എന്ന് പറയില്ല. പുന്നക്കാട് അദ്ദേഹം ഒരു പിന്നെ ഈ ഇവിടുത്തെ ഇടവണ്ണത്തെ ഒരു അബ്ദുസ്സലാം സുല്ലമി എന്ന് പറഞ്ഞ മുജാഹിദിന്റെ ഒരു പണ്ഡിതൻ വന്നിട്ട് പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിന് മറുപടി അറിയാൻ വേണ്ടി മൂസ മൗലവി ഏതോ കാസർകോട്ട് എവിടെ പോയിങ്ങോട്ട് വരിക. വന്നാണ്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ സലാം സുല്ലമി പ്രസംഗിച്ചിരിക്കുന്നതിന് മറുപടി അറിയാൻ പറഞ്ഞ് കേൾക്കുന്നത് മൂപ്പര്. അപ്പൊ മൂപ്പരത് കേട്ടോണ്ട് ഏതോ ദൂരം പോയിങ്ങാണ്ട് ബസ്സൊക്കെ കയറി വന്നുകൊണ്ട് നിൽക്കണം. അപ്പൊ ആ സമയത്ത് മൂപ്പര് പോവുക. അപ്പൊ കിതാബൊന്നും ഇല്ലല്ലോ, രേഖയൊന്നും ഇല്ലാതെ എങ്ങനെ പ്രസംഗിക്കുക. അപ്പൊ മൂപ്പരെന്താ ചെയ്ത റേഷൻ പീടിയിൽ പോയിട്ട് ആ ലെഡ്ജറിന് എടുത്തായിരുന്നു. അങ്ങനെ ലെഡ്ജറും കൊണ്ടുപോയി മൂപ്പര് മേശം വെച്ചുകൊണ്ട് ഈ മറുപടിയൊക്കെ വിശദമായിട്ട് മറുപടി ഉഷാറായിട്ട് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് ആ മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ സംശയമൊക്കെ തീർക്കാനുള്ള ഇതിലുണ്ട് എന്ന് പറയും. അപ്പൊ ഇത് ലെഡ്ജറാ. അപ്പൊ കിതാബ് എടുക്കാനൊന്നും നേരം ഉണ്ടാവില്ലല്ലോ. ഒരു കിതാബ് എടുക്കേണ്ട ആവശ്യമല്ല, എടുക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ ഇത്രമാത്രം നിസ്സാരാക്കാൻ സാധിക്കണേ. എതിരാളികളുടെ എത്ര വലിയ വില്ലനാണെങ്കിലും എത്ര വലിയ വമ്പനാണെങ്കിലും അവരൊക്കെ വളരെ ഈസി ആയിട്ട് നിസ്സാരമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അത്തരത്തിൽ വളരെ ഈസി ആയിട്ട് വളരെ പിന്നെ കാര്യങ്ങളെ സംബന്ധിച്ച് വല്ലാതെ കൂലങ്കഷമായി ചിന്തിച്ച് വലിയ ആശയങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ ബേജാറാക്കുന്ന രീതിയല്ല സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം വളരെ ലളിതമായിട്ട് അതേതാണ് ഹിക്മത്ത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ആ ഹിക്മത്ത് അതാ ഉമയൂത്തൽ ഹിക്മത്ത് ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. ഉമയൂത്തൽ ഹിക്മത്ത് ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഹിക്മത്ത് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് നന്മ അതുകൊണ്ട് തന്നെയായി. അപ്പൊ ഹിക്മത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് ആർക്കാണ് നൽകിയിരിക്കണമെന്ന് വെച്ചാൽ ആ ഹിക്മത്തിലൂടെയാണ്. അപ്പൊ ഇത് നമ്മുടെ പ്രബോധനത്തിൽ ഉണ്ടായിരിക്കേണ്ട റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. ഇത് രണ്ടും മൂസ നബിയുടെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഹിക്മത്തായിരിക്കും, അതോടൊപ്പം മൗഇദത്തുൽ ഹസനത്തൈകാരം. ചിലർ മൗഇദത്തുൽ ഹസനത്താ ചിലർക്ക് ഉണ്ടാവുക. ആ മൗഇദത്തുൽ ഹസനത്തല്ല, മൗഇദത്തുൽ ഹസനത്ത് പരുക്കൻ പ്രയോഗങ്ങളായിരിക്കും ഉണ്ടാവും. പക്ഷെ മൂസ മുസ്ലിമിന് യഥാർത്ഥത്തിൽ മൗഇദത്തു ഹസനത്തിനെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കാം. പിന്നെ അപ്പോൾ ഹിക്മത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ആളുകൾക്ക് ഒരേ കാര്യം തന്നെ ആളുകളോട് രണ്ട് രീതി പറയാൻ സാധിക്കുമല്ലോ. പ്രബോധനപരമായിട്ടും പറയാൻ സാധിക്കും, പ്രകോപനപരമായിട്ടും പറയാൻ സാധിക്കും. ഒറ്റ സംഗതി തന്നെ ആളുകളെ മനസ്സിൽ കൊള്ളുന്ന രീതിയിലും പറയാൻ സാധിക്കും, ആളുകൾക്ക് ദേഷ്യം കുടിക്കണ മാതിരിയും പറയാൻ സാധിക്കും. ഒരാള് ഒരു രാജാവ് കിനാവ് കൊണ്ട കഥ പറയയില്ലേ. രാജാവ് കിനാവ് കൊണ്ടിട്ട് പിന്നെ വായിലെ പല്ലൊക്കെ കൊഴിഞ്ഞു പോയത് കിനാവ് കൊണ്ടു. അപ്പോൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാതാക്കളെ വിളിച്ചു കിട്ടിയിട്ട് നമ്മുടെ വായിലെ പല്ലൊക്കെ കൊഴിഞ്ഞിരിക്കണോ, അതിന്റെ പൊരുളെന്താന്ന് വെച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, മഹാരാജാവെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മുഴുവൻ കുടുംബാംഗങ്ങളും മരിച്ചു എന്ന് പറഞ്ഞു. അതിന് രാജാവിന് ദേഷ്യം പഠിച്ചു, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും മരിച്ചു പോകുന്നു. തലവട്ടവന്റെയാണ്. വേറൊരാളെ കൊണ്ടുവന്നു,
അപ്പോ അയാളോട് പറഞ്ഞു, നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വായിലെ പല്ലൊക്കെ കൊഴിഞ്ഞു വന്ന് കിനാകൊണ്ടിരിക്കണോ, എന്താ അതിന്റെ പൊരുള് ചോദിച്ചു. മഹാരാജാവെ, അങ്ങൊന്ന് ജീവിച്ചിരിക്കണ കാലത്ത് തന്നെ അങ്ങയുടെ എല്ലാ കുടുംബങ്ങളും മരിച്ചു എന്ന് പറഞ്ഞു. അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. മൂന്നാമതൊരാളെ കൊണ്ടുവന്നു. അയാളോട് പറഞ്ഞു, നമ്മുടെ വായിലെ പല്ലൊക്കെ കൊഴിഞ്ഞു വന്ന് കിനാകൊണ്ടിരിക്കണം, എന്താണ് അതിന്റെ പൊരുളെന്ന് ചോദിച്ചു. മഹാരാജാവെ, അങ്ങയുടെ മുഴുവൻ കുടുംബാംഗങ്ങളെക്കാളും ദീർഘായുസ്സുണ്ടാവും എന്ന് പറഞ്ഞു. അയാൾക്ക് സമ്മാനം കൊടുക്കാനും പറഞ്ഞു. അപ്പൊ എന്തേ മറ്റേ രണ്ടാളും പറഞ്ഞതിൽ ഇയാളും പറഞ്ഞതേ അതാ പറയുന്ന ശൈലിയുടെ വ്യത്യാസം. അപ്പൊ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലും ആളുകൾക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലും പറയാൻ സാധിക്കും. മൂസ മൗലവിയുടെ പ്രസംഗത്തിൽ ആളുകളെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശൈലി നമുക്ക് കാണാൻ പറ്റില്ല, ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പൊ അദ്ദേഹം വിമർശനത്തിന് മറുപടി പറയുകയാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. അത് ആർക്കും എതിരാളികളാണെങ്കിലും എതിരാളികൾക്ക് പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ വളരെ ശത്രുത വെച്ച് പുലർത്തുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി ആസ്വദിക്കുക ചെയ്യാം. ഒരിക്കൽ പഞ്ചായത്ത് മേലാറ്റൂർ പഞ്ചായത്തിൽ ഒരു ആക്ഷേപം വന്നു. മൂസ മൗലവി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്. പിന്നെ അങ്ങനെ അവിടെ ഒരു ഭാസ്കരൻ മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുക. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, പിന്നെ എന്താണ് പഞ്ചായത്തിലെ പൈസയൊക്കെ മൂസയും കൂട്ടക്കാരും കോഴി തിന്ന് കളഞ്ഞില്ലേ പ്രസംഗിക്കുകയാണേ. പഞ്ചായത്തിലെ പൈസയൊക്കെ മൂസയും കൂട്ടക്കാരും കോഴി തിന്ന് കളഞ്ഞില്ലേ എന്നാണ് പ്രസംഗിച്ചു. പിറ്റേ ദിവസം മൂസ മൗലവി അതിന് മറുപടി അറിയണേ, ഇപ്പൊ ഞാൻ കോഴി തിന്നു എന്നുള്ളതാണ് ഇപ്പൊ ചില ആൾക്കാർക്ക് വലിയ ആക്ഷേപം. ഈ പറയുന്ന ആൾക്കാരൊന്നും കോഴി തിന്നലില്ല, പിന്നെ കോഴി തിന്നണതാ തിന്നത്. കോഴി തിന്നലില്ലേ, കോഴി തിന്നണതാ പിന്നെ തിന്നലും. എന്താ വെച്ചാല് ഈ മറുപടി, അദ്ദേഹത്തിന്റെ ഈ മറുപടി അപ്പുറത്ത് കേട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവരെ ആസ്വദിക്കുക ചെയ്യാം. സംഗതി കേൾക്കുമ്പോൾ വിരോധമൊക്കെ തോന്നുന്നുണ്ടാവും, എന്നാലും ആസ്വദിക്കുക ചെയ്യാം. അപ്പൊ അദ്ദേഹം വിമർശനത്തിന് മറുപടി പറയുമ്പോ ആ മറുപടി കേൾക്കാൻ പലരും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗപ്പോ മുജാഹിദീങ്ങളോ മറ്റോ ആരാണെങ്കിലും ശരി, അവർ പ്രസംഗിച്ചാല് ഏത് പാർട്ടിക്കാരാണെങ്കിലും പ്രസംഗിച്ചാലും മറുപടി കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല. മറുപടി കേൾക്കാൻ ഇഷ്ടമുണ്ടല്ല, ആ നമുക്ക് കേൾക്കണ്ടെന്നുള്ളവർക്ക് പോവുക ചെയ്യാം. പക്ഷെ മൂസ മൗലവിയുടെ മറുപടി പറയേണ്ടതെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരിക ചെയ്യാം. എല്ലാവരും മറുപടി കേൾക്കാൻ താല്പര്യപ്പെടവിട്ട ചിലപ്പോൾ മറിഞ്ഞു നിന്നിട്ടായിരിക്കും കേൾക്കണത്. മറിഞ്ഞു നിന്നപ്പോ ഭാസ്കരൻ മാഷ് മേലാറ്റൂർ മൂപ്പര് പ്രസംഗിക്കുന്ന സമയത്ത് മറഞ്ഞു നിന്ന് കേൾക്കും. അപ്പൊ മൂസ മൗലവി അറിയുകയും ചെയ്യും. എന്നിട്ട് മൂസ മൗലവി പറയും, ആ കോണിഞ്ചോടിൽ നിൽക്കണ്ടാവുമല്ലോ ഭാസ്കരൻ മാഷ്, നിങ്ങളെന്താ കേൾക്കണില്ലേ, നന്നായി പഠിച്ചൂടെ, ഈ നിയമങ്ങളൊക്കെ ശരിക്കും പഠിച്ചൂടെ, മനസ്സിലായിക്കൂടെ എന്നൊക്കെ പറഞ്ഞാണ് മൂപ്പര് പറയും. എന്നിട്ട് ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വളരെ കണിശമായിട്ട് മൂപ്പരുടെ വാക്ക് ഈ രീതിയിൽ മറുപടിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം പോണ സമയത്ത് മൂപ്പര് കാറിലേക്ക് വന്നാണ്ട് മാഷെ വീട്ടിൽ കൊണ്ടേന്ന് പറഞ്ഞാണ്ട് ഭാസ്കരൻ മാഷ് കൂട്ടി കുടി കൊണ്ടേ കൊടുക്കുകയും ചെയ്യും. അപ്പോ ഇതാണ് മൂസ മൗലവിയുടെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ വിമർശനം വിമർശനമല്ല, വിമർശനത്തിനുള്ള മറുപടി. ഞാൻ അത് വീണ്ടും ആവർത്തികളായി, അദ്ദേഹത്തിന് വിമർശിക്കേണ്ടി വരില്ല. കാരണം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ആരും വിമർശിക്കേണ്ടി വരില്ല, വിമർശനത്തിന് മറുപടി പറയേണ്ടി വരിക. നേരത്തെ നിലവിലുള്ള വിശ്വാസങ്ങളും നിലവിലുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ ശരിയല്ല, അത് അനിസ്ലാമികമാണ്, തൗഹീദ് വിരുദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടിയില്ല ചെയ്യുക, അതല്ലാതെ വിമർശിക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് ആ വിമർശനത്തിന് മൂസ മൗലവി നൽകുന്ന മറുപടിയുടെ പ്രത്യേകത അത് മറ്റുള്ള പലരും മറുപടി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾക്ക് ഉൾക്കൊള്ളാനും ആളുകൾക്ക് ആസ്വദിക്കാനും, ഇനി ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ തന്നെ ആസ്വദിക്കുവാനും പറ്റുന്ന തരത്തിലുള്ള മറുപടി, വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് മൂസ മൗലവിയുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിമർശനത്തെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ കേട്ട പ്രസംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഞാൻ വായിച്ച ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഞാനിവിടെ നടത്തിയത്. മൂസ മൗലവിയുടെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ സവിശേഷത എണ്ണി പറഞ്ഞാൽ തീരാത്തതാണ്. ഈ വിഷയത്തിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയോട് വിശദമായി പിന്നെ സംസാരിക്കാൻ സയ്യിദ് സാഹിബ് എത്തിയിട്ടുണ്ട്. എന്റെ വാക്കുകൾ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂസ മൗലവിയുടെ അദ്ദേഹത്തിന്റെ ആത്മാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം വിജയപ്രദമാക്കുകയും അദ്ദേഹത്തിന്റെ ഖബറിലെ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് പ്രശോഭിതമാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.